ഹലോ ഗെയ്സ്, ഇന്ന് നമുക്കൊരു മത്തങ്ങ വൻപയർ എരിശ്ശേരി ഉണ്ടാക്കാം. അപ്പോൾ അതിന് ആദ്യമായിട്ട് വൻപയർ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ ഒരു 3-4 വിസിൽ വേവിച്ചെടുക്കണം. തലേന്ന് വെള്ളത്തിലിട്ട് വെക്കണം. പിന്നെ അത് കഴിഞ്ഞ് മത്തങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് ക്ലീനാക്കി വയ്ക്കാം. അപ്പോൾ ആദ്യമേ വൻപയർ വെന്ത് കഴിഞ്ഞു. ഒരു 4-5 വിസിൽ മതി. അത് നന്നായൊന്ന് വെന്ത് അതിൻ്റെ ആവിയൊക്കെ പോയി കഴിയുമ്പോൾ അതൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആവിയെല്ലാം പോയി എന്ന് മനസ്സിലായിട്ട് മാത്രമേ തുറന്ന് നോക്കാമോ. അപ്പോൾ ആവിയൊക്കെ പോയി ഗേസ്. വളരെ സ്വാദിഷ്ടമായ ഒരു കറിയാണ് മത്തങ്ങ എരിശ്ശേരി എന്ന് പറയുന്നത്. എല്ലാവർക്കും അത് ആണെന്ന് വിചാരിക്കുന്നു. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോസിലേക്ക് കടക്കാം. അപ്പോൾ വൻപയറൊന്ന് വെന്ത് ഇരിക്കുന്നു. ആ സമയത്ത് നമുക്ക് മത്തങ്ങ അതിലേക്ക് ചേർക്കാം. അപ്പോൾ മത്തങ്ങ അതിലേക്ക് ചേർത്തിട്ട് വീണ്ടും ഒരു 1-2-3 വിസിൽ ഒന്നും കൂടെ വേവിച്ചെടുത്ത് അത് നന്നായിട്ട് വെന്ത് ഉടയും. അപ്പോൾ ആവശ്യത്തിന് വേണ്ടുന്ന കുറച്ച് ഉപ്പും കൂടെ അതിലേക്ക് ചേർക്കാം. ഓക്കെ, അപ്പോൾ ഉപ്പ് ചേർത്ത് അതൊന്ന് ഒരു 2-3 വിസിൽ ഒന്നും കൂടെ അത് വെന്ത് ഒന്ന് കുഴയിട്ട് ഉടച്ചെടുക്കാനുള്ളതാണ്. ആ സമയത്ത് നമുക്ക് തേങ്ങ, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ജീരകം, 2 ചുമന്നുള്ളി, ഇത്തിരി വെളുത്തുള്ളി, ഇത്രയും കൂടെ ഒന്ന് നല്ല രീതിയിൽ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് ഇത് നമ്മൾ വേവിച്ച് വെച്ചത് ഒന്ന് തവി കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ഉടച്ചു കൊടുത്തിട്ട് ചുവന്നൊന്ന് ഉടച്ചു കൊടുക്കുക. രണ്ടും കൂടെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് നമുക്ക് വേറൊരു ചട്ടി, മൺചട്ടി ഇരുമ്പ് ചട്ടി എടുത്ത് വയ്ക്കാം. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യാം, ഈ ഉടച്ചത് അതിലേക്ക് ചേർക്കാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ഉടഞ്ഞ ഇതിലേക്ക് ചേർക്കാം. ആ അരപ്പും കൂടെ ചേർത്തിട്ട് അതിലേക്ക് ചേർത്ത് വയ്ക്കാം. ഓക്കെ, ഒന്ന് അത് വെച്ചിട്ട് മറ്റേ ചൂടാവുമ്പോൾ ആ ചട്ടിയിലോട്ട് നമുക്ക് ഇത് വാർന്നൊഴിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് വാർന്നൊഴിച്ചിട്ട് നമുക്കിത് ഒന്ന് നല്ലതായിട്ട് അതിനകത്തിരുന്നൊന്ന് തിള വരുമ്പോഴത്തേനും നമുക്ക് അതിനകത്ത് വേറൊരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാം. അതാണ് ടേസ്റ്റ് കൂടുതലാക്കുന്നത്. നമുക്കൊരു ചെറിയ പാൻ വെച്ചിട്ട് ഇതിനകത്തേക്ക് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം. സ്വല്പം മതി. സ്വല്പം വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മൾ കുറച്ച് തേങ്ങ ഒന്ന് മൂപ്പിച്ച് ചേർക്കണം. അതിനകത്ത് ഒന്ന് വറുത്ത് ചേർക്കുക. അപ്പോൾ തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് ഒരു സ്വല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് വന്ന് പെട്ടെന്ന് അത് മൂത്ത് കിട്ടും. നന്നായി തേങ്ങയൊന്ന് മൂത്തിട്ട് അതിലേക്ക് നമുക്ക് ചേർക്കാം. അപ്പോൾ ആ കറി നല്ല കുറുകി വരുന്ന സമയത്തേക്ക് നമ്മൾ ഈ മൂത്ത് വെച്ചേക്കുന്ന അതിലേക്ക് ചേർക്കാം. ഓക്കെ, അത് ചേർത്ത് കഴിഞ്ഞ് കറി ഒന്ന് നല്ലതായിട്ട് വറ്റിച്ചിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് അത് എടുത്ത് വയ്ക്കാം. അപ്പം ഇത് ഇരുന്നങ്ങ് കുറുകും. പക്ഷേ വളരെ സ്വാദിഷ്ടവും ആയ ഒരു കറിയാണ്. ഓക്കെ, ബൈ ബൈ.